ഇന്ന് കേരളീയരിൽ പ്രത്യേകിച്ച് മുസ്ലിം യുവ സമൂഹത്തിൽ പടർന്നു പിടിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മഹാമാരിയാണ് സ്ത്രീധനം എന്ന് പറയുന്നത്. പ്രിയപ്പെട്ട പെൺമക്കളെ, 18, 19, 20 വർഷം പൊന്നുപോലെ നോക്കിയിട്ട് യോജിച്ചവനാണെന്ന് കരുതി നിന്നെ പിടിച്ച് ഏൽപ്പിക്കുമ്പോ പെണ്ണിനെ കൂടാതെ പണവും വാഹനവും വീടും വസ്തുവും കൂടി നൽകേണ്ട ഗതികേടിലാണ്, ബുദ്ധിമുട്ടിലാണ് ഇന്ന് മാതാപിതാക്കൾ. ശരിയല്ലേ ഞാൻ പറയുന്നത്? എന്റെ പ്രിയപ്പെട്ട മുസ്ലിം യുവാക്കളെ, മനസ്സിലാക്കേണ്ടിയിരിക്കുന്നു. നീ വിവാഹം ചെയ്യുമ്പോ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ മനസംതൃപ്തിയോട് കൂടി നിനക്ക് എന്ത് തന്നാലും അത് വാങ്ങരുത് എന്ന് ഒരു ശരീഅത്തും പറഞ്ഞിട്ടില്ല, ഒരു മഹാന്മാരും പഠിപ്പിക്കുന്നില്ല. പാടില്ല എന്ന ഉലമാക്കള് പഠിപ്പിക്കുന്നത് നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് പെണ്ണിന്റെ മാതാപിതാക്കളെ വേദനിപ്പിച്ച് വാങ്ങുന്ന സമ്പത്തിനെയാണ്. ഇനി നീ വിവാഹം ചെയ്ത പെൺകുട്ടി നീ കൊടുത്ത മഹറിനെ നീ ചോദിക്കാതെ തന്നെ മനസംതൃപ്തിയോട് കൂടി നിനക്ക് നൽകിയാൽ അതിനെ വാങ്ങുന്നതിന് ഒരു വിലക്കും ഉലമാക്കൾ കൽപ്പിക്കുന്നില്ല. എന്നല്ല, വിശുദ്ധമായ ഖുർആൻ തന്നെ അത് വാങ്ങിക്കൊള്ളുവാൻ വ്യക്തമായി പറയുന്നുണ്ട്. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വആതു നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ലൻ വആതു നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ലാ. എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ അറിയണേ, വിശുദ്ധമായ ഖുർആനിൽ സൂറത്തുൻ നിസാഇൽ അല്ലാഹു വ്യക്തമായി പറയുകയാണ്, വആതു നിസാഅ സ്വദഖാതിഹിന്ന നിഹ്ലാ. നിങ്ങൾ വിവാഹം ചെയ്യുന്ന പെണ്ണിന് എത്ര മഹറാണോ, എത്ര വിവാഹ മൂല്യമാണോ വാഗ്ദാനം ചെയ്തത്, അത് ഉഹുദ് മലയോളം വലിപ്പമുണ്ടാകട്ടെ, എത്ര തന്നെ ഉയർന്നതാകട്ടെ, കുന്നുകളോളം സ്വർണമാണ് നീ വാഗ്ദാനം ചെയ്തതെങ്കിലും ആ വാഗ്ദാനം ചെയ്തതായ മുഴുവൻ മഹറിനെയും ആ പെണ്ണിന് കൊടുക്കൽ നിന്റെ ബാധ്യതയാണ്. നിന്റെ മേൽ അല്ലാഹു കടമയാക്കിയിരിക്കുകയാണ്. അത് മുഴുവൻ കൊടുത്തു വീടാതെ അവളുടെ ശരീരത്ത് തൊടുവാൻ നിനക്ക് അവകാശമില്ല. അതെ, എന്റെ ശരീരത്ത് തൊടുവാൻ നിങ്ങൾക്ക് അവകാശമില്ല, എന്റെ മഹർ മുഴുവൻ തന്നിട്ടല്ലാതെ എന്ന് നിങ്ങൾ വിവാഹം ചെയ്ത നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ ആദ്യ രാത്രിയിൽ പറയുകയാണെങ്കിൽ അവൾക്ക് വാഗ്ദാനം ചെയ്ത മഹറിനെ കൊടുത്തിട്ടല്ലാതെ തൊടാൻ പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം അനുവാദം നൽകുന്നില്ല. ഇത്രത്തോളം പവിത്രമായ മതമാണ് പരിശുദ്ധമായ ശരീഅത്തുൽ ഇസ്ലാം. എന്നിട്ട് വിശുദ്ധമായ ഖുർആൻ സൂറത്തുൻ നിസാഇൽ അല്ലാഹു വ്യക്തമാക്കുകയാണ്, ഫഇൻ ത്വയ്ബന ലക്കും അൻ ശൈഇൻ മിൻഹു നഫ്സാ. ഇനി നിങ്ങൾ കൊടുത്ത മഹറുണ്ടല്ലോ, വിവാഹ മൂല്യമുണ്ടല്ലോ, അതിൽ നിന്നും എന്തെങ്കിലും നിങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യ മനസംതൃപ്തിയോടുകൂടി സ്വന്തം ഇഷ്ടപ്രകാരം നിങ്ങൾക്ക് തിരിച്ചു തന്നാൽ ഫകുലൂഹു ഹനീഅൻ മരീആ. ആ തിരിച്ചു തന്ന മഹറിനെ നിങ്ങൾ കച്ചവടത്തിൽ ഇറക്കിക്കോ, പ്രശ്നമില്ല. നിങ്ങൾ കഴിച്ചോ, പ്രശ്നമില്ല. നിങ്ങൾ പണയം വെച്ചോ, പ്രശ്നമില്ല. അവര് മനസംതൃപ്തിയോടുകൂടി തരണമെന്ന് മാത്രമാണ് ഖുർആൻ പറയുന്നത്. എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളെ അറിയണേ, നിരോധിക്കപ്പെട്ട സ്ത്രീധനം വാങ്ങുന്നതിനോട് കൂടി തന്നെ വിവാഹമൂല്യമായി കൊടുത്ത മഹർ പോലും നിർബന്ധപൂർവം ആവശ്യപ്പെട്ട് തിരികെ വാങ്ങുന്ന ഒരു വൃത്തികെട്ട പ്രവണത മുസ്ലിം യുവാക്കളുടെ ഇടയിൽ നിലനിൽക്കുന്നില്ലയോ? എന്റെ പ്രിയപ്പെട്ട യുവാക്കളെ, മുഅ്മിനേ, ഉപേക്ഷിക്കാൻ നാം മുന്നോട്ട് വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട യുവാക്കള് ഇതുപോലുള്ള വൃത്തികെട്ടതും മാണത്തമില്ലാത്തതുമായ പ്രവർത്തനങ്ങൾക്കെതിരെ ശക്തമായ നിലയിൽ രംഗത്ത് വരേണ്ടതുണ്ട്. അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നാം പൗരുഷത്തിന്റെ അടയാളമായി സ്ത്രീധനം എത്ര വാങ്ങി എന്ന് സമൂഹത്തിൽ പരസ്യമായി വിളമ്പാറുണ്ട്, അല്ലെ? ഞാൻ ഇത്ര സ്ത്രീധനം വാങ്ങിയിട്ടുണ്ട്, ഇത്ര വലിയ കാറാണ് എനിക്ക് കിട്ടിയത്, ഇന്നതെനിക്ക് കിട്ടി എന്ന് നാം സമൂഹത്തിൽ അന്തസ്സോടുകൂടി എടുത്ത് പറയാറുണ്ട്. പൗരുഷത്തിന്റെ അടയാളമായിട്ടാണ് നാം സ്ത്രീധനം എത്ര വാങ്ങി എന്നതിനെ കണക്കാക്കുന്നത്.
എങ്കിൽ എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങള്, യുവാക്കള്, സ്ത്രീധനം ആഗ്രഹിക്കുന്നവര്, സ്ത്രീധനം വാങ്ങിക്കൊണ്ട് വിവാഹം ചെയ്തവര് മനസ്സിലാക്കണം, പൗരുഷം എന്നത് സ്ത്രീധനം വാങ്ങുന്നവനുള്ളതല്ല. പിന്നെയോ സ്ത്രീധനം ചോദിച്ച് വാങ്ങാതെ സ്വയം അധ്വാനിച്ചുണ്ടാക്കി വിവാഹം നടത്തുകയും ഭാര്യയെ സംരക്ഷിക്കുകയും ചെയ്യുന്നവനുള്ളതാണ്. വിശുദ്ധമായ ഖുർആനിലെ സൂറത്തുൽ അഹ്സാബിൽ അല്ലാഹു വ്യക്തമാക്കുന്നു, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, അർരിജാലു ഖവ്വാമൂന അലൻ നിസാ ബിമാ ഫളലല്ലാഹു ബഅദഹും അലാ ബഅദ്. الرجال قوامون على النساء بما فضل الله بعضهم على بعض. الرجال യഥാർത്ഥ ആൺകുട്ടികൾ എന്ന് പറഞ്ഞാൽ, യഥാർത്ഥ ആണത്തമുള്ളവൻ എന്ന് പറഞ്ഞാൽ, ഖവ്വാമൂന അല നിസാ ബിമാ ഫളല അല്ലാഹു ബഅദഹും അലാ ബഅദ്. അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിരിക്കുന്ന ഔദാര്യത്തിന്റെ അടിസ്ഥാനത്തില് സ്ത്രീകളെക്കാൾ ശക്തിയുള്ളവരാണ്, സ്ത്രീകളെക്കാൾ പ്രാപ്തിയുള്ളവരാണ്, സ്ത്രീകളെക്കാൾ കഴിവുള്ളവരാണ് യഥാർത്ഥ ആൺകുട്ടി, യഥാർത്ഥ ആണത്തമുള്ളവനെന്ന് അല്ലാഹു പറഞ്ഞിട്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഓരോ മുഅ്മിനീങ്ങളും അറിയേണ്ട വാക്കാണ്. തുടർന്ന് അല്ലാഹു പറയുകയാണ്, എന്തിന്റെ പേരിലെന്നറിയുമോ പുരുഷൻ അല്ലാഹു ശ്രേഷ്ഠത നൽകിയിരിക്കുന്നത്? എന്തിന്റെ പേരിലെന്നറിയുമോ പുരുഷൻ അല്ലാഹു ശക്തി നൽകിയിരിക്കുന്നത്? വബിമാ أنفقوا من أموالهم وبما أنفقوا من أموالهم. അവർ സ്വയം അധ്വാനിച്ചുണ്ടാക്കിയ സമ്പത്തിൽ നിന്നും വിവാഹം ചെയ്യുകയും വിവാഹം ചെയ്ത പെണ്ണിനെ സംരക്ഷിക്കുകയും ചെയ്യുന്നതിലൂടെയാണ് അല്ലാഹു പുരുഷന് സ്ത്രീയേക്കാൾ ശ്രേഷ്ഠത നൽകിയിരിക്കുന്നതെന്ന് വിശുദ്ധമായ ഖുർആൻ തന്നെ വ്യക്തമാക്കുമ്പോൾ, പാവപ്പെട്ട പെണ്ണിന്റെ ഉപ്പയെ കണ്ണീര് കുടിപ്പിച്ച് കടത്തിലാക്കിക്കൊണ്ട് നീ വാങ്ങുന്ന പൈസക്ക് പന്തലിട്ട് നാട്ടുകാർക്കും വീട്ടുകാർക്കും കൂട്ടുകാർക്കും പൗരപ്രമുഖർക്കും ഭക്ഷണം വിളമ്പുകയും വിവാഹം നടത്തുന്നതിന് വേണ്ടി നിന്റെ വീട്ടിലേക്ക് വന്ന പള്ളിയിലെ ഉസ്താദിനൊരു വിഹിതം കൊടുക്കുകയും ചെയ്താലും വല്ലാഹി സുമ്മ വല്ലാഹി പടച്ച തമ്പുരാനാണ് സത്യം, നീ കാണിക്കുന്ന തെമ്മാടിത്തരത്തിന് ഉടമസ്ഥനായ ജല്ല ജലാലായ ജഗന്യന്തമായ പടച്ച തമ്പുരാന്റെ മുന്നിൽ മറുപടി ബോധിപ്പിക്കേണ്ടി വരുമെന്നുള്ള വസ്തുത മറക്കല്ലേ എന്റെ യുവാക്കളെ, മറന്നു പോകല്ലേ മുഅ്മിനേ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. അതുകൊണ്ട് ഇതുപോലുള്ള സ്ത്രീധനം എന്ന് പറയുന്ന മഹാവിപത്തിനെതിരെ, നാട്ടാചാരങ്ങൾക്കെതിരെ ശക്തമായ നിലയിൽ നാം എതിരായി പ്രവർത്തിക്കുന്നതിനോട് കൂടി തന്നെ ഇതിനെതിരെ രംഗത്ത് വരണം. അല്ലാഹു സുബ്ഹാനഹു വ തആല തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.